الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ ഓരോ നേരങ്ങളിലും അവൻ്റെ അനുശാസനകൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന്, തഖ്വയുള്ളവരായി ജീവിക്കാൻ എല്ലാവരും ഒരുങ്ങണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ വിരുന്നുകാരായി, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായി ഹാജിമാർ മക്കയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ രാജ്യത്തിൽ നിന്നുമൊക്കെ ഹാജിമാർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹജ്ജിൻ്റെ സമയമാണ്. ഹജ്ജിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളാണ് എന്ന്. ഹജ്ജ് മാസങ്ങൾ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ എന്നിവയാണ്. 6 ദിവസങ്ങളിലായി അനുഷ്ഠിക്കേണ്ട ഹജ്ജ് കർമ്മത്തിന് ഹജ്ജിൻ്റെ മാസങ്ങൾ എന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും യാത്രകളുമൊക്കെ നടത്താൻ വേണ്ടിയുള്ള സമയങ്ങളായിക്കൊണ്ടാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ടാണ് ഹാജിമാർ മക്കയിലേക്ക്, കഅബയുടെ പരിസരത്തിലേക്ക് ചെന്നെടുക്കുന്നത്. ആതിഥേയൻ അള്ളാഹുവാണ്. അള്ളാഹു അവരെ വിളിച്ചത് കൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, ഉംറ നിർവഹിക്കാൻ പോകുന്നവരും ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നവരും അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളാണ്. ദഅാഹും, അള്ളാഹു അവരെ വിളിച്ചു. ഫഅജാബൂഹ്, അള്ളാഹുവിൻ്റെ വിളിക്ക് അവർ ഉത്തരം നൽകി.
വസഅലൂഹു, അള്ളാഹുവിനോട് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ആവശ്യങ്ങൾ. ഫഅഴ്താഹും, അങ്ങനെ അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഇൻ ദഅഊഹു, അവർ അള്ളാഹുവിനോട് ദുആ ഇരക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അജാബഹും, ഹാജിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. വഇൻ ഇസ്തഗ്ഫറൂഹു, അവർ അള്ളാഹുവിനോട് പാപമോചനം, പാപവിമുക്തി ചോദിക്കുകയാണെങ്കിൽ, ഗഫറ ലഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്ന്. നമുക്കറിയാം, മക്കയിലേക്ക് ഹാജിമാർ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങോട്ട് വിളിച്ചത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഈ ലോകത്ത് ആദ്യമായി സ്ഥാപിതമായ ഭവനം അവിടെയായതുകൊണ്ട്. അത് ശരിക്ക് ഭൂമിയുടെ ഹൃദയഭാഗമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രാധാന്യത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് സ്ഥാപിതമായ ആദ്യത്തെ ആരാധനാലയം അത് മക്കയിലാണ്. ലല്ലദീ ബിബക്കത മുബാറക ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കെല്ലാവർക്കും മാർഗദർശകമായിട്ടുള്ളൊരു ഭവനമാകുന്നു അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 5 നേരവും ആ കഅബയുടെ നേരെയാണ് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നത്. നമുക്ക് അതിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ അകക്കണ്ണ് കൊണ്ട് നമ്മൾ 5 നേരവും കഅബയുടെ നേരെ തിരിയണമെന്നാണ് നമ്മുടെ നമസ്കാരത്തിന്. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്ര, നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ നേരെ മുഖം തിരിക്കണം, അതിൻ്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടായിരിക്കണം നിങ്ങളുടെ നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഅബയുടെ നാഥൻ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ രക്ഷിതാവ് നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ആതിഥേയനായ അള്ളാഹു അതിഥികളായ നിങ്ങളെ വിരുന്നൂട്ടുകയാണ് ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ, മാസങ്ങളിൽ എന്നാണ് ഖുർആനിൻ്റെ ഈ അധ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുൽഹജ്ജ് 8 മുതൽ അത് ആരംഭിക്കുന്നു, 13ഓടുകൂടി ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നു. എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തണം. നേരത്തെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയവരാണ് ഇപ്പോൾ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അവരെ യാത്ര അയച്ചു, നമ്മളോട് അവർ യാത്ര പറഞ്ഞു. ഇനി നമുക്കും പോകണം. അതിന് ഇപ്പോൾ തന്നെയാണ് ഒരുങ്ങേണ്ടത്, നേരത്തെ തന്നെ ഒരുങ്ങണം. കാരണം എന്താണെന്നോ, ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അതിന് കഴിവുള്ള ആളുകളുടെ ബാധ്യതയായിക്കൊണ്ട് ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു ഹജ്ജ് തീർത്ഥാടനം നടത്തൽ. മനിസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിവുള്ള ആളുകൾക്ക്. അങ്ങോട്ടെത്താൻ എന്തൊക്കെ വേണം? സാമ്പത്തികമായി, ശാരീരികമായി, സാങ്കേതികമായൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് ഒത്തിണങ്ങിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും തന്നെ അമാന്തിച്ചു നിന്നുകൂടാ. നമ്മളതിനുള്ള തയ്യാറെടുപ്പുകളും നിയ്യത്തും ഒക്കെ നടത്തി ശരിക്ക് പുറപ്പെടാൻ ഒരുങ്ങണമെന്നാണ്. കാരണം ഈ ബാധ്യത നിർവഹണത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ കഫറ, നിങ്ങളെങ്ങാനും അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയെ നിഷേധിക്കുകയാണെങ്കിൽ,
ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ലോകരെ ആശ്രയിക്കേണ്ട അവസ്ഥ ഇല്ലാത്തവനാകുന്നു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് അവൻ്റെ ഓരോ അനുഗ്രഹങ്ങളെയും സഹായങ്ങളെയും ആശ്രയിച്ച് കഴിയേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ കൽപ്പന അത് ശിരസാവഹിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സാമ്പത്തികമായി കഴിവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹജ്ജിന് പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 ലക്ഷം 5 ലക്ഷമൊക്കെ, അവിടുന്ന് പിന്നെ ഹജ്ജിൻ്റെ തന്നെ സൗകര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ സംഖ്യ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയതാണ് കാണേണ്ടത്. ഒരു 4-5 ലക്ഷം ഉറുപ്പിക ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ അയാൾ അതിന് ഒരുങ്ങണം, അതിനെ നിയ്യത്ത് വെക്കണം തന്നെയാണ്. അപ്പോൾ സാമ്പത്തികമായി അൽ ഇസ്തിതാഅത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി, ശാരീരികമായി, പിന്നെ ആരോഗ്യം വേണം. കാരണം യാത്ര ചെയ്ത് അവിടെ എത്തിയാലും പിന്നെ ഒരുപാട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മശായിറുകളിലേക്കുള്ള നടത്തവും യാത്രയുമൊക്കെ, അങ്ങനെയൊക്കെ ശാരീരികമായ കഴിവും ആരോഗ്യവും ആവശ്യമുള്ള ഒരു ആരാധനാകർമ്മം കൂടിയാണ് ഹജ്ജ്. അതൊരു ജിഹാദാണെന്ന് വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ഹജ്ജിനെ കുറിച്ച് സ്ത്രീകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ആവലാതിപ്പെട്ടു, പുരുഷന്മാർ അവർ ജിഹാദ് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് പോയി പുണ്യങ്ങളൊക്കെ നേടുന്നുണ്ട്, ഞങ്ങൾക്കതിന് കഴിയുന്നില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ജിഹാദ് ഹജ്ജാണ്, യുദ്ധമില്ലാത്ത ജിഹാദ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോൾ ആരോഗ്യം ഇതൊരിക്കലും ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് ആയിട്ടില്ല. ഇനിയും ഒരുപാടൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് ശരിക്കും നമ്മൾ അതിനെ വിചാരിച്ചുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു ഇബാദത്തല്ല ഹജ്ജ്. അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണം, അതിനുള്ള ഒരുക്കം തന്നെ നമ്മൾ നടത്തണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. യാത്രാരേഖകൾ അതാണ് സാങ്കേതികമായ കാര്യങ്ങൾ. മനുഷ്യന് രോഗം എപ്പോഴും വരും. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഏതേതൊക്കെ രോഗത്തിന്റെ ബീജങ്ങളും പേറിയാണ് നമ്മൾ നടക്കുന്നത് എന്നതിന് യാതൊരു ഉറപ്പുമില്ല. തീരെ ഗ്യാരണ്ടി ഇല്ലാത്ത ആളുകളാണ് മനുഷ്യന്മാരായ നമ്മൾ. പ്രത്യേകിച്ച് ജീവികളും ജന്തുക്കളും കാട്ടുമൃഗങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ തിന്നാൻ പറ്റും പറ്റൂല എന്ന് അവർക്കറിയാം. ഒന്ന് മണത്ത് നോക്കി അവർ തിരിഞ്ഞു പോകും. വിശന്നാലും ആവശ്യമില്ലാത്തവർ തിന്നൂല. നമ്മൾ അങ്ങനെയല്ല തിന്നുന്നത്. നമ്മുടെ ജീവിത ശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അല്ലാത്ത രോഗങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഇതിന് സന്നദ്ധരായിട്ടുള്ള ആളുകൾ, ഇസ്തിതാഅത്ത്, സാമ്പത്തികമായി ഈ തുക നിങ്ങൾക്കുണ്ടോ? ശാരീരികമായി ഇപ്പോൾ ആരോഗ്യമുണ്ടോ? അതെങ്ങനെ പെൻഡിങ്ങിൽ വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുപാടുകളും തടസ്സങ്ങളൊക്കെ തീർത്തിട്ട് ഇനി പിന്നെ അവസാനം ഹജ്ജിന് പോകാം എന്ന് വിചാരിച്ചാണെങ്കിൽ അതിനും പഠിച്ചോന്റെ ഒരു തൗഫീഖ് ഉണ്ട്. നമ്മുടെ ഒരുക്കങ്ങൾ മാത്രം പോരാ, നമ്മുടെ സന്നദ്ധത മാത്രം പോരാ. അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അതിനുണ്ടാകണം. അതിന് അള്ളാന്റെ ഒരു തൗഫീഖ് തന്നെ ഉണ്ടാകണം. ഇബ്രാഹിം നബിന്റെ വിളി എത്തിയിട്ടില്ല എന്ന് സാധാരണ പറയാറുണ്ട്. ഇബ്രാഹിം നബി അല്ല വിളിക്കുന്നത്, അള്ളയായി വിളിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇബ്രാഹിം നബിയെ ഈ ഹജ്ജ് കർമ്മത്തിന്റെ വിളംബരം അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. വദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ദാമിരിൻ വയഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നിങ്ങൾ ഇബ്രാഹിം ഹജ്ജിന് വിളംബരം നടത്തുക. എന്നാൽ എല്ലാ ദുർഘടങ്ങളായ വഴികളിലൂടെയും വിദൂര ദിക്കുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടാണെങ്കിലും അവർ വരും, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങണം. ഇനി കുടുംബപരമായ എന്തെങ്കിലുമൊക്കെ ബാധ്യത, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, അതിപ്പോ കെട്ടിക്കാനായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ഒരു മാന്യമായ രീതിയിൽ കല്യാണം കഴിച്ച് അയച്ചിട്ട് വേണം ഹജ്ജിന് പോകാം എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊരു തടസ്സമായി പറയാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
ഇന്നല്ലാഹ സായിലു കുല്ല റാഇൻ അമ്മസ്തറഅഹു ഹഫിള അം ലയ്യ. ഉത്തരവാദിത്വം ഏറ്റെടുത്ത എല്ലാ ആളുകളോടും പഠിച്ചോൻ ചോദിക്കും. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളത് നിറവേറ്റിയോ ഇല്ലയോ, ആ ബാധ്യത നിങ്ങൾ പൂർത്തീകരിച്ചോ, അത് പാഴാക്കി കളഞ്ഞോ എന്നൊക്കെ. എന്നാലോ വിവാഹം ഇസ്ലാമിൽ ചെലവില്ലാത്ത പരിപാടിയാണ്. വരനും വധുവും വലിയും 2 സാക്ഷികളും മഹറും ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹം നടക്കുകയായി. പിന്നെയോ അതിനുള്ള സുന്നത്ത് റസൂല് പറഞ്ഞത് അഅ്ലിനുൻ നിക്കാഹ്, വിവാഹം നിങ്ങൾ പരസ്യപ്പെടുത്തണം. പിന്നൊരു സുന്നത്ത് എന്താ? അടുത്ത ബന്ധുമിത്രാദികളെയും അയൽപക്കക്കാരെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ വിളിച്ച് ഔലിൻ വലോ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലീമ സൽക്കാരങ്ങൾ നടത്തണം. അത് വലിയ ആർഭാടമായി, അതേപോലെ തന്നെ അതിൽ ധൂർത്തും, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുള്ള ഇങ്ങനെ സമ്പത്ത് വാരി വിതറുന്ന വലാ തുബദ്ദിർ തബ്ദീറ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിന് വലിയ ചെലവന്നുണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളും, ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും തഴുകി തലോടി കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കിപ്പോൾ അവിടെ പോകാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടോ, ആരോഗ്യമുണ്ടോ, സാങ്കേതികമായി സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുങ്ങി അടുത്ത വർഷം ഞാൻ ഹജ്ജിന് പോകും ഇൻഷാ അല്ലാഹ് എന്ന് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന അത്തരക്കാരായ ആളുകൾ ഇപ്പോൾ തന്നെ നിയത്ത് വെക്കേണ്ടതാണ്. ശരിക്ക് നമ്മൾ ഈ ദീനിനോട് കാണിക്കുന്ന, നമ്മുടെ ആരാധനയോട് കാണിക്കുന്ന, നമ്മുടെ അള്ളാഹുവിനോട് കാണിക്കേണ്ട ബാധ്യത, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട കടമയാണതെന്നാണ് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇങ്ങനെ ഖുതുബയിൽ പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിങ്ങൾക്ക് ഫറലാക്കിയിട്ടുണ്ട്. ഫഹജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം. ഫഖാല റജുൽ, അപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റുകൊണ്ട് റസൂലിനോട് ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണോ റസൂലേ എന്നാണ് ചോദ്യം. ഫസക്കത്ത, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാതെ മിണ്ടാതിരുന്നു. ഹത്താ ഖാലഹാ സലാസൻ, വീണ്ടും 3 തവണ അദ്ദേഹം ചോദിച്ചു, എല്ലാ കൊല്ലം ചെയ്യണോ, എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണോ? റസൂലിന്റെ കൽപ്പന, ഓർഡറാണിത്. ഫഖാല റസൂലുള്ളാഹ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം ഫവജബത്, ഞാൻ അതേ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് നിർബന്ധമായി. വലം മസ്തതഅ്തും, നിങ്ങൾക്കതിന് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ദറൂനി മാ തറക്തുക്കും, ഞാൻ എന്താണോ നിങ്ങൾക്ക് ഉപദേശമായി നൽകുന്നത് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഞാൻ ഒഴിവാക്കിയതൊക്കെ നിങ്ങൾ വിട്ടുകളയുക. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസ്റതി സുആലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളൊക്കെ നശിച്ചു പോയത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ധാരാളമായി വർദ്ധിപ്പിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ്. വഖ്തിലാഫി അലാ അംബിയാഹിം, തങ്ങളുടെ അമ്പിയാക്കളോട് അവരുടെ കൽപ്പനകൾക്കെതിരായി അവർ പ്രവർത്തിച്ചതിനാലാണ്. ഫൈദാ അമർത്തുക്കും ബിശൈഇൻ ഫഅ്തു മിൻഹു, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നത്ര. വൈദാ നഹൈതുക്കും മിൻ ശൈഇൻ ഫദഊഹു, ഇനി അതല്ല, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിലക്കിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, വെടിയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ മക്കയിൽ ഹാജിമാർ അവിടെ എത്തി ദുൽഹജ്ജ് 8 മുതൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ നമ്മളും കഴിയുന്ന ആളുകൾ, മനിസ്തതാ ഇലൈഹി സബീല, അതിന് കഴിയുന്ന ആളുകൾ, സാധ്യമായ ആളുകൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങി നീയത്ത് വെച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതൊരു തീർത്ഥാടനവും തീർത്ഥയാത്രയുമാകുന്നത്. കാരണം എന്താണെന്നോ, ആ യാത്ര പോലും പുണ്യകരമാണ്.
മാത്രമല്ല അതിനു വേണ്ടി നമ്മൾ നീക്കിവെക്കുന്ന ഓരോ സമ്പത്തിനും അതിരും എതിരുമില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ സഹിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, നമ്മൾ അതിനു വേണ്ടി ഒരുമ്പെടുന്ന എല്ലാ ഒരുക്കങ്ങൾക്കും അവൻ നമുക്ക് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും യഥാവിധി നിർവഹിക്കുന്ന അവന്റെ അടിമകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദൻബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളാവുന്നത്ര ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് റഹ്മാനായ റബ്ബ്. അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് എന്ന ആരാധനാകർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. ഒന്നാമത്തേത് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതനാണെന്ന് മനസ്സ വാച കർമ്മണ നമ്മൾ ജീവിതത്തിൽ അംഗീകരിക്കുകയും ആ വിശുദ്ധമായ ആദർശത്തെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യലാണ് ഒന്നാമത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മറ്റ് 4 കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നത്. അത് ഒന്നാമത്തേത് നമസ്കാരമാണ്. നമസ്കാരം ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. രണ്ടാമത്തേത് സക്കാത്താണ്. സക്കാത്തും സ്വതക്കയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് നോമ്പാണ്, വ്രതാനുഷ്ഠാനം. നമ്മൾ എവിടെയാണെങ്കിലും നോമ്പ് നോൽക്കാൻ നമുക്ക് കഴിയും, ഒരു തടസ്സവുമില്ല. പക്ഷെ ഹജ്ജ് എന്ന ഈ ആരാധനാകർമ്മത്തിന് നമ്മൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവൻ്റെ കഅബയുടെ സമീപത്തേക്ക് പോവുക തന്നെ വേണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന്, ജാമിഉൽ ഇബാദാത്ത്, എല്ലാ ഇബാദത്തുകളും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ആരാധനാകർമ്മം കൂടിയാണ് ശരിക്ക് ഹജ്ജ് എന്നുള്ളത്. നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമസ്കാരത്തിൽ ഇസ്ലാം കാര്യം 5 എന്ന്. നമസ്കാരത്തിൽ ഷഹാദത്തുണ്ട്, നമസ്കാരത്തിൽ സ്വലാത്തുണ്ട്, സ്വലാത്ത് എന്നാൽ പ്രാർത്ഥന. നമസ്കാരത്തിൽ സക്കാത്തുണ്ട്, സക്കാത്ത് എന്നാൽ മനസ്സിനെ ശുദ്ധിയാക്കുക, മനസ്സിൻ്റെ ആത്മീയമായ ഉത്കർഷം അത് ഉയർത്തുക എന്നതാണ്, വർധനവാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ നോമ്പുണ്ട്. നിസ്കരിക്കുമ്പോൾ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിശ്ചിത സമയം മുതൽ നിശ്ചിത സമയം വരെ അന്നപാനീയങ്ങളൊക്കെ വെടിയുക, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുക. നിസ്കാരത്തിൽ തിന്നാനും കുടിക്കാനും പാടില്ല. നിസ്കാരത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ ഹജ്ജുമുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഅബാലയത്തെ നമ്മൾ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നു. ഹജ്ജിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹജ്ജിലുമുണ്ട്. മാത്രമല്ല ഹജ്ജിൻ്റെ സവിശേഷത, അള്ളാഹു നമ്മളോട് എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഓർഡറുകൾ, അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അത് അവൻ നിശ്ചയിച്ച സ്ഥലത്ത് വച്ച് തന്നെ ചെയ്യണം, നിശ്ചയിച്ച സമയത്ത് തന്നെ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കാണിച്ചു തന്ന രൂപത്തിൽ തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ, മഖ്ബൂലാവുകയുള്ളൂ, മബ്റൂറാവുകയുള്ളൂ. വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പൂർത്തീകരിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ദുൽഹജ്ജ് 8-നാണ് ആരംഭിക്കുന്നത്. ദുൽഹജ്ജ് 8-ന് ഹാജിമാർ ലക്ഷക്കണക്കിന് 10-25 ലക്ഷത്തിലധികം ആളുകൾ ദുൽഹജ്ജ് 8-ന് മിനയിൽ സമ്മേളിക്കുകയാണ്. ആ നേരത്ത് തന്നെ അവർ അവിടെ എത്തണം. ദുൽഹജ്ജ് 9 ആകുമ്പോൾ മിനയിൽ വെച്ച് അവർ അനുഷ്ഠിക്കേണ്ട ആരാധനാകർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ഓരോ വഖത്തിലും ഖസ്റാക്കിയിട്ട് അവർ അവിടെ നിസ്കരിക്കണം. ദുഹർ 2 റക്അത്ത്, അസ്ർ 2 റക്അത്ത്, മഗ്രിബ് 3, ഇശാ 2. പിന്നെ ദുൽഹജ്ജ് 9-ന് സുബ്ഹി 2 അവിടെ നിന്ന് നിസ്കരിക്കണം. അറഫയിലേക്ക് അവർ പോകണം. അറഫയിൽ എത്തിയാൽ പിന്നെ ആ സമയത്ത് ആ ദിവസം ദുൽഹജ്ജ് 9-ന് തന്നെ അറഫയിൽ പോയി നിൽക്കണം. അത് മഗ്രിബ് വരെ അവിടെ നിൽക്കണം. എത്തിയാൽ ളുഹറിന്റെ സമയമായാൽ ളുഹറും അസ്റും ജമ്മും ഖസ്റുമാക്കി 2 റക്അത്ത് വീതം, അതും ജമ്മു തഖ്ദീം ളുഹറിന്റെ സമയത്ത് അസ്ർ കൊണ്ടുവന്നുകൊണ്ട് നിസ്കരിക്കണം. പിന്നീട് അവിടെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് മഗ്രിബ് വരെ അറഫയിൽ കഴിഞ്ഞുകൂടണം. അത് അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ആജ്ഞയാണ്. ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫ മൈതാനിയിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് ചിട്ടയൊപ്പിച്ചുകൊണ്ട്, നോക്കൂ നിങ്ങൾ, അവർ ഈ കർമ്മങ്ങൾ അവിടെ നിർവഹിച്ച് പൂർത്തീകരിക്കുന്നു എന്നതാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ നമുക്ക് നിസ്കരിക്കാൻ തോന്നും, മഗ്രിബ് പെട്ടെന്ന്. പക്ഷേ അറഫയിൽ നിന്ന് മഗ്രിബ് ആയാൽ, സൂര്യൻ അസ്തമിച്ചാൽ അവിടുന്ന് മഗ്രിബ് നിസ്കരിക്കാൻ പാടില്ല. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ റസൂൽ സുന്നത്താക്കി പഠിപ്പിച്ചെന്നാണ്. ഹജ്ജിന്റെ ഭാഗമായി അങ്ങനെയാണ് ചെയ്യേണ്ടത്. മഗ്രിബ് നമസ്കരിക്കാതെ നിങ്ങൾ അവിടുന്ന് നടന്നു നീങ്ങണം. എങ്ങോട്ട്? മുസ്ദലിഫയിലേക്ക്. മിനയുടെയും അറഫയുടെയും ഇടയിലുള്ള മലഞ്ചെരുവുകളും താഴ്വരകളുമാണ് മുസ്ദലിഫ എന്ന് പറയുന്നത്. അവിടെ എത്തിയതിന് ശേഷമേ നിങ്ങൾ മഗ്രിബ് നിസ്കരിക്കാവൂ. ഒരു ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് വിളിച്ച് മഗ്രിബ് 3 റക്അത്ത് നമസ്കരിക്കുക, ഒരു ഇഖാമത്ത് കൂടി കൊടുത്ത് ഇശാ 2 റക്അത്ത് ചുരുക്കി നമസ്കരിക്കുക, ജമ്മാക്കി നമസ്കരിക്കുക. പിന്നെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വിരിപ്പ് വിരിച്ച് ആ മണ്ണിൽ എവിടെയാണോ, അവിടെ ടെന്റൊന്നുമില്ല, മിനയിലും അറഫയിലും ഉള്ളതുപോലെ ടെന്റൊന്നും അവിടെ അല്ല, ആ പച്ച മണ്ണ് വിരിച്ച് അവിടെ നിങ്ങൾക്ക് കിടക്കാം. നിങ്ങൾക്ക് അവിടെ ആവശ്യം 6 അടി മണ്ണാണ്. ഇവിടെ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാൻ പോകുന്നതും എത്ര വലിയ ജന്മിയാണെങ്കിലും 6 അടി മണ്ണാണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ കിടക്കുകയാണ്. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ ഈ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കൂ. കിടന്നതിന് ശേഷം പിന്നീട് ദുൽഹജ്ജ് 10-ന് നമ്മൾ അവിടുന്ന് ഉറക്കം ഉണരുന്നു. അവിടെ വെച്ച് നമ്മൾ 2 റക്അത്ത് സുബ്ഹി നമസ്കരിക്കുന്നു. അവിടുന്ന് 7 കല്ലുകൾ പെറുക്കുന്നു. അങ്ങനെ മിനയിലേക്ക് പോവുകയാണ്. മിനയിൽ ചെന്ന് ജംറകളെ എറിയുന്നു, ജംറയെറിയുന്നു. ജംറത്തുൽ കുബ്ര, ഏറ്റവും വലിയ ജംറ. അവിടെ കല്ലുകളെ എറിയുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 7 കല്ലുകൾ അവിടെ എറിയുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അവിടെ പ്രാർത്ഥനയില്ല, അവിടെ ആരും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. അത് അള്ളാഹിന്റെ ഓർഡറാണ്, റസൂലിന്റെ സുന്നത്തും നിർദ്ദേശവുമാണ്. പിന്നീട് നമ്മൾ ബലിയറുക്കുന്നു, നമ്മുടെ തല മുണ്ടനം ചെയ്തുകൊണ്ട് തഹല്ലുലാകുന്നു, മക്കയിലേക്ക് പോകുന്നു, തവാഫുൽ ഇഫാദയും സഅയും നിർവഹിക്കുന്നു. വീണ്ടും നമ്മൾ മിനയിലേക്ക് തന്നെ മടങ്ങി വരുന്നു. 3 ദിവസം അവിടെ കഴിഞ്ഞുകൂടാൻ, മിനയിൽ രാപ്പാർക്കുക എന്നുള്ളതാണ് പിന്നെ ഹജ്ജിന്റെ ഇബാദത്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് നേരത്തെ ചെയ്തതുപോലെ നമസ്കാരങ്ങളൊക്കെ ചുരുക്കി ജമ്മാക്കാതെ അതാത് നമസ്കാരം അതാതിന്റെ വഖത്തിൽ നിങ്ങൾ നിർവഹിക്കുന്നു. അവിടെ വേറെ മാറ്റത്തിരുത്തലുകളില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത്, പടച്ചവന്റെ ഓർഡർ എന്താണോ, അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ, അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പിന്നീടുള്ള 3 ദിവസങ്ങൾ 3 ജംറകളെയും എറിയുന്നു.
നോക്കൂ, അതിൻ്റെ ഒക്കെ രീതിയുണ്ട്. അതേപോലെ തന്നെ എത്ര എണ്ണമെന്നുണ്ട്. ഓരോ ജംറയെയും 7 കല്ലുകൾ വീതമാണ് എറിയുന്നത്. അപ്പൊ ഒരു ദിവസം 21 കല്ല് നമ്മൾ എറിയുന്നു. ആകെ നമ്മൾ എറിയുന്ന കല്ല് 70 കല്ലുകളാണ്. അതിന് എണ്ണമുണ്ട്. അത് തെറ്റാൻ പാടില്ല. ആ ജംറകളുടെ ആ കുഴികളിൽ തന്നെ കല്ലുകൾ വീഴണമെന്ന് നിർദ്ദേശമുണ്ട്. വഅത്തിമ്മു, നിങ്ങൾ ഈ ആരാധനാകർമ്മങ്ങൾ പൂർത്തിയാക്കണം അള്ളാഹുവിന് വേണ്ടി എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓരോ കർമ്മങ്ങളും അവർ നിർവഹിച്ചു തീർക്കുന്നത്. ജംറത്തു സുഗറയെ എറിയുമ്പോൾ നമ്മൾ അതിൻ്റെ വലതു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് നമ്മുടെ വലതു ഭാഗം കഅബയുടെ നേരെയും നമ്മുടെ ഇടതുഭാഗം മിനയുടെ നേരെയും ആക്കിക്കൊണ്ടായിരിക്കണം ആ ജംറയെ എറിയേണ്ടതെന്ന് നിർദ്ദേശമുണ്ട്. അത് നമ്മൾ പഠിച്ച് പരിശീലിച്ച് അങ്ങനെ തന്നെ പാലിക്കുകയാണ്. ജംറ വുസ്തയെ ചെല്ലുമ്പോൾ എന്നിട്ട് അവിടുന്ന് സുദീർഘമായി പ്രാർത്ഥനയുമുണ്ട്. പ്രാർത്ഥിക്കണമെന്നാണ് അവിടുത്തെ കൽപ്പന. വലിയ ജംറയെ എറിയുമ്പോൾ പ്രാർത്ഥിക്കരുതെന്നാണ് കൽപ്പന. രണ്ടാമത്തെ ജംറയെ എറിയുമ്പോൾ, വുസ്തയെ എറിയുമ്പോൾ നമ്മുടെ വലതു ഭാഗം മിനയുടെ നേരെയും ഇടതു ഭാഗം കഅബയുടെ നേരെയും ആകണം. അങ്ങനെ തന്നെ കല്ലെറിയണം. അതാണ് റസൂലിന്റെ സുന്നത്ത്. അതിനുശേഷം നിങ്ങൾ സുദീർഘമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ കർമ്മങ്ങൾക്ക് നോക്കൂ, നിങ്ങൾ മറ്റാരാധനാ കർമ്മങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ സമയങ്ങളിൽ അതിൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ അത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. നിസ്കാരം എവിടുന്നും ആകാം, നോമ്പ് എവിടുന്നും ആകാം, സക്കാത്തും സദഖയും എവിടെ വെച്ചും നമുക്ക് കൊടുക്കാം. ഇത് അള്ളാഹു പറഞ്ഞ സ്ഥലത്തേക്ക്, മശായിറുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവൻ പറഞ്ഞ ദിവസങ്ങളിൽ തന്നെ. ഹജ്ജ് പോസ്റ്റ്പോൺ ചെയ്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നോമ്പുകാരന് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റൂല്ലെങ്കിൽ സൗകര്യമുള്ള മറ്റു സ്ഥലങ്ങളിൽ രോഗിയാണെങ്കിലോ യാത്രക്കാരാണെങ്കിലോ പിന്നേക്ക് മാറ്റിവെക്കാം. ഈ ഒരു പരിശീലനം എന്തിനുള്ള പരിശീലനമാണ്? യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ കേട്ടനുസരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ വിജയം വരിച്ചവർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ തഅബ്ബുദൻ വരിഖ, അല്ലാഹുവേ ഹജ്ജിന് വേണ്ടി ഞാൻ ഇതാ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. എൻ്റെ എല്ലാ ആരാധനാഭാവവും എൻ്റെ എല്ലാ ദാസ്യ മനോഭാവവും നീ എൻ്റെ ഉടമയാണ്, ഞാൻ എൻ്റെ അടിമയാണ് റബ്ബേ എന്ന മനോഭാവത്തിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ ഹജ്ജ് ചെയ്യുന്നത് എന്നാണ്. വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇതേപോലെ അനുസരിക്കുകയും വയഖ്ഷല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ, യത്തഖി, അവനെ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫഉലൈക ഹുമുൽ ഫാഹിസൂൻ, അവരാണ് ജീവിതത്തിൽ വിജയം വരിച്ചവർ. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ഈ 6 ദിവസത്തെ കൃത്യമായ ആരാധനാകർമ്മങ്ങളിലൂടെ മാനസികമായി ആത്മീയമായുള്ള ഈ ഉത്കർഷം നേടിയെടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രസവിച്ചൊരു കുഞ്ഞിന്റെ മനസ്സുപോലെ തിരിച്ചു വരുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ആരാധനാകർമ്മങ്ങളെ നിർവഹിക്കാൻ, അത് നമ്മുടെ നാട്ടിൽ വെച്ച് നിർവഹിക്കുന്ന ആരാധനാകർമ്മമാകട്ടെ, ഹാജിമാർ ഹജ്ജ് വേളയിൽ നിർവഹിക്കുന്ന ഓരോരോ ആരാധനാകർമ്മങ്ങളാകട്ടെ, അതൊക്കെ ഹൃദയംഗമമായി തഖ്വാബോധത്തോടുകൂടി നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയവുണ്ട് തമ്പുരാനെ, നിന്റെ കൃപ കൊണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായിരുന്നു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സുഖവും സൗഖ്യവും ക്ഷേമവും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണ്ടങ്ങളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ വേദനകളും ചരണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ,
നിങ്ങളുടെ ദുആകളിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾ റഹ്മാനെ എല്ലാവർക്കും നീ ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.